ഹലോ ഫ്രണ്ട്സ്, മെഡിക്കൽ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള രണ്ട് കോഴ്സുകളാണ്. ഒന്ന് BSc നഴ്സിംഗ്, അതുപോലെ അടുത്തത് BSc OT ആൻഡ് AT, അതായത് ഓപ്പറേഷൻ ടെക്നീഷ്യൻ ആൻഡ് അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന് പറയും. ഈ രണ്ട് കോഴ്സുകൾ ഏറ്റവും ബെറ്റർ കോഴ്സ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, BSc നഴ്സിംഗ് ആണോ അതുപോലെ OT AT ആണോ നല്ല കോഴ്സ്, അതിൻ്റെ കാരണം എന്താണ്, അത് പഠിക്കാനുള്ള സിലബസിലെ ചേഞ്ചസ് എന്താണ്, ജോലി എവിടെയാണ് കിട്ടുക, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് BSc നഴ്സിംഗിൻ്റെ കാര്യം ഒന്ന് നോക്കാം. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണ്. കാരണം നമുക്കൊരു ചെറിയൊരു ക്ലിനിക്ക് മുതൽ നമുക്കൊരു ഏറ്റവും ടോപ്പസ്റ്റ് ഒരു മെഡിക്കൽ കോളേജിൽ വരെ നമുക്ക് ജോലി കിട്ടാവുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് ഇന്ത്യൻ്റെ പുറത്ത്, അതായത് അബ്രോഡ്, മറ്റുള്ള പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സാലറിയിൽ നമുക്ക് സാലറി വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളുടെ BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ചെറിയൊരു ക്ലിനിക്കിൽ പോലും നമുക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞ് വർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ BSc OT ആൻഡ് ATയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും നമുക്ക് വർക്ക് വരുന്നത്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള ഹോസ്പിറ്റൽ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് ചെറിയൊരു ക്ലിനിക്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് പോലെ നമുക്കൊരു BSc OT AT കഴിഞ്ഞൊരു കുട്ടിക്ക് നമുക്കൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് പേഷ്യൻസിനെ പരിചരിക്കുക എന്നതല്ല നമുക്ക് വരുന്ന ഡ്യൂട്ടി. അവിടെ വരുന്നത് നമുക്ക് ഡോക്ടറെ, അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വർക്കാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. കൂടുതലായിട്ട് നമുക്കൊരു ടെക്നീഷ്യൻ വർക്കായിരിക്കും അവിടെ വരുന്നത്. അതായത് ഇപ്പോൾ കൂടുതലായിട്ട് ടെക്നിക്കൽ വർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് BSc OT AT ചൂസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് പേഷ്യൻസിനെ പരിചരിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഒരു ടെക്നീഷ്യൽ വർക്ക്, കാരണം കൂടുതലായിട്ട് മെഷീൻസിലായിരിക്കും വർക്ക് വരുന്നത്, ഒരു ടെക്നിക്കൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് BSc OT AT ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ടെക്നിക്കൽ വർക്കൊന്നും അധികം താല്പര്യമില്ല, രോഗികളെയാണ് കൂടുതലായിട്ട് ഡയറക്റ്റ് പരിചരിക്കാൻ താല്പര്യം ഉള്ളവർക്ക് മെഡിക്കൽ ഫീൽഡിൽ ചൂസ് ചെയ്യാവുന്നത് BSc നഴ്സിംഗ് ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കാരണം ഒരു വർഷം നമുക്കൊരു BSc നഴ്സിംഗ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം നമുക്കൊരു കോളേജിൽ തന്നെ ഒരു 60 സ്റ്റുഡൻസ് മുതൽ ഒരു 200 സ്റ്റുഡൻസ് വരെ നമുക്ക് കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലായാലും നമുക്ക് ഒരു വർഷം ഇറങ്ങുന്നതാണ്. BSc OT AT ആണെങ്കിൽ നമുക്ക് ഒരു കോളേജിൽ തന്നെ 10 മുതൽ 20 സീറ്റ്സ് വരെ മാത്രമേ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഓപ്പർച്യൂണിറ്റി രണ്ടും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഏത് മേഖലയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്റ്റ് പേഷ്യൻസിനോടുള്ള പരിചരണമാണെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ടെക്നിക്കൽ വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് BSc OT AT ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് പേഷ്യൻസിൻ്റെ pH വാല്യൂ നോക്കുക, അതുപോലെ തന്നെ പ്രഷർ ചെക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വരാറുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സാണ്. ആ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനുള്ള വർക്ക് മാത്രമേ നമുക്കൊരു OT ടെക്നീഷ്യൻ അല്ലെങ്കിൽ AT ടെക്നീഷ്യന് വരുന്നുള്ളൂ. പിന്നെ സിലബസ് നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്, ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ BSc നഴ്സിംഗ് ആണെങ്കിലും BSc OT AT ആണെങ്കിലും രണ്ടും സെയിം സിലബസ് ആണ്. അനാട്ടമി, ഫിസിയോളജിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ് നമുക്കത് ചേഞ്ചസ് വന്നു തുടങ്ങുന്നത്. നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമായിരിക്കും OT ടെക്നീഷ്യൻ അതുപോലെ AT ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് ആണ് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് വർക്ക് ചെയ്യണം. അവിടെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ല, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അവിടെ വരുന്നത് അവിടെ എല്ലാം നമുക്ക് BSc നഴ്സിംഗ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ ഗ്രേഡ് വൈസ് നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗിനേക്കാൾ കൂടുതലായിട്ട് ഗ്രേഡ് വരുന്നത് നമുക്ക് BSc OT ATക്കാണ്. അപ്പോൾ സാലറി വൈസ് നോക്കുകയാണെങ്കിലും ചെറുതായിട്ടുള്ള വ്യത്യാസം നമുക്ക് BSc OT ATക്കാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ഏത് മേഖലയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്ന രണ്ടും ഏകദേശം സാലറി വൈസ് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. സിലബസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമാണ് അവിടെ വരുന്നത്. പഠിക്കാൻ ഏകദേശം അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ രണ്ടിലും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ BSc നഴ്സിംഗിന് കൂടുതൽ സിലബസ് OT ATക്ക് പഠിക്കാനില്ല എന്നല്ല, രണ്ടും പഠിക്കാൻ അത്യാവശ്യം ഉള്ള കോഴ്സ് തന്നെയാണ് വരുന്നത്. BSc നഴ്സിംഗ്
ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ സീറ്റ്സ് വളരെ കുറവാണ്. അതിലേറെ വളരെ അധികം കുറവാണ് BSc OT AT സീറ്റ്സ് എന്ന് പറയുന്നത്. ആകെ കേരളത്തിൽ 2 കോളേജുകൾ മാത്രമേ BSc OT AT അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അത് രണ്ടും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് LBS ത്രൂ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിന് പുറത്താണ് എങ്കിൽ നിങ്ങൾക്ക് BSc OT ATക്ക് 4 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഫീസ് വരുന്നതാണ്. അത് നിങ്ങളുടെ ഫെസിലിറ്റിക്ക് അനുസരിച്ചുള്ള കോളേജിൻ്റെ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ട് അത് ഫീസ് ചേഞ്ചസ് ആവുന്നതാണ്. BSc നഴ്സിങ്ങിനായിരിക്കും എപ്പോഴും ഫീസ് കൂടുതൽ. അതൊരു 7 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് BSc നഴ്സിംഗ് ഒരു ലോ പാക്കേജ് കോളേജിൽ പഠിക്കുന്ന അത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടോപ്പ് കോളേജിൽ BSc OT AT പഠിച്ചിറങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു BSc OT AT പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കോളേജുകൾ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ലെക്ചർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒരു കോഴ്സിനും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് BSc OT ATക്ക് വരുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടിക്ക് നമുക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ലെക്ചറിങ് എന്നുള്ള രീതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി MSc കംപ്ലീറ്റ് ചെയ്യണം. MSc നഴ്സിംഗ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു ലെക്ചറിങ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് BSc OT AT എന്നുള്ള സ്റ്റുഡൻസിന് മാത്രമുള്ള സ്പെഷ്യാലിറ്റിയാണ്. ഒരു 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ വർക്ക് ചെയ്യാം, നഴ്സിംഗ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ജോലിക്കും കയറാൻ പറ്റും. അവിടെ MSc വേണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. നമുക്ക് രണ്ടും വരുന്നത് 4 വർഷത്തെ കോഴ്സ് തന്നെയാണ്. അപ്പോൾ BSc നഴ്സിംഗ് 4 ഇയർ കോഴ്സ് തന്നെയാണ്. BSc എന്നുള്ള പേരിൽ തന്നെയാണ്, ബാച്ചിലർ കോഴ്സാണ്. അവിടെ BSc OT AT 4 വർഷത്തെ കോഴ്സാണ്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BSc OT ATക്ക് 3 വർഷത്തെ മാത്രം കോഴ്സ്, 1 ഇയർ കംപ്ലീറ്റ്ലി ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. BSc നഴ്സിംഗിൽ നമുക്ക് 4 ഇയർ ഇൻറ്റേൺഷിപ്പും പ്ലസ് നമുക്ക് കോഴ്സും കൂടിയാണ് വരുന്നത്. അതാണ് രണ്ടിലെ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ രണ്ടും 4 വർഷത്തെ തികച്ചും 4 വർഷത്തെ കോഴ്സാണ് നമുക്ക് ഡിഗ്രി കോഴ്സുകളായിട്ട് വരുന്നത്. മെഡിക്കൽ കരിയറിൽ തന്നെ 2 കോഴ്സുകളും BSc നഴ്സിംഗ് ആണെങ്കിലും BSc OT AT ആണെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള 2 കോഴ്സുകളാണ് ഈ 2 കോഴ്സുകളും. അതിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് രോഗികളെ പരിചരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ചൂസ് ചെയ്യാം. അതല്ല ടെക്നിക്കൽ വർക്കാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc OT AT ചൂസ് ചെയ്യാം. രണ്ടിൻ്റെയും ഓപ്പർച്യൂണിറ്റി അതുപോലെ സാലറി എല്ലാം സെയിം തന്നെയാണ്. ഫീസിൽ BSc നഴ്സിംഗ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്നത്. ഇനി ഈ കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് ഡൗട്ട്സ്, ഈ 2 കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്.